ജാസ്മിൻ. സാർ അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ജാസ്മിൻ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം ഇന്ന് തന്നെ വേർപെടുത്തണം. അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇങ്ങോട്ട് പോയിക്കോളി, ബാക്കെടുത്തോളി, പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി. ചെല്ലേ. തൃപ്തിയായി, വളരെ തൃപ്തിയായി. എടോ, അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. അസുഖമുള്ളവരുമായി ബാക്കിയുള്ളവർ സമ്പർക്കം ഒഴിവാക്കുക. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. വേല മനസ്സിലിരിക്കട്ടെ, ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ രണ്ടാവണ്ട. ആവശ്യമുള്ള സമയങ്ങളിൽ ക്യാപ്റ്റൻ മാത്രം അവരെ പരിചരിക്കുക. കേട്ടല്ലോ, നിന്നെ പരിസരത്ത് കണ്ടുപോരുത്. നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. അസുഖമുള്ളവരുമായി ബാക്കിയുള്ളവർ സമ്പർക്കം ഒഴിവാക്കുക. വേണ്ടത്ര വിശ്രമം നൽകുക. പോയടാ വേലാൽ ഈ ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ. ഇനി 5-6 ദിവസം വെള്ളമിറക്കി നടക്കണല്ലേ? കണ്ട ഇതാണ് മനസ്സിലായ? ഞാൻ വന്ന് തരാം. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. നന്നായിട്ടുണ്ട്. ഈ കോപ്രായം കാണിക്കാനോടോ താൻ എന്നെ അമേരിക്കന്ന് വിളിച്ചു നിർത്തിയത്? രാത്രി 10:45. ഈ ആശ്രമസുന്ദരിയുമായി ഞാൻ സ്വല്പം ഒന്ന് സൽവിച്ചോട്ടെ. ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. ആ പൊട്ടം പുഷ്പിക്കണുണ്ടല്ലോ. ഞാൻ ഇത് சொல்லியாகணும். നീ അവളോട് അയ്യന്റെ മോനെ. ഇത്തിരി പഞ്ചാര വീട്ടൊരു സോഡാ സർവത്തിന് കേട്ടോ. ഇനി ഇവള് അഴകാ വരൂ. എന്തോ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് ഒപ്പിക്കണത്. സഹകരിക്കും. എങ്കിലും ഇവള് അഴകാ വരൂ. ഇവള് അഴക പാത്രിക മാട്ടെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? സ്നേഹം കൊണ്ടാ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു